ഇനി പിന്നെ അതിന്റെ ഷർത്തിൽ ചില വാക്കുകൾ പറയാം. വലാ യതയമ്മമു ലി ഫർളിൻ ഖബ്ല വഖ്തി ഫിഅലിഹി, തയമ്മം ചെയ്യരുത് പിന്നെ ഖബ്ല വഖ്തി ഫിഅലിഹി, നിസ്കാരത്തിന്റെ ഫിഅലിന്റെ വക്ത്, അതാ ഖബ്ല ലന്നി ദുഖൂലി വഖ്തി ഫിഅലിഹി. ഫിഅലിഹി എന്ന് പറഞ്ഞാല് ആ ഫർളിലേക്കല്ലേ മടങ്ങുന്നത്. അപ്പൊ ആ ഫർള് അതിനൊരു സമയമുണ്ടല്ലോ, അതിന്റെ ഫിഅലിന്റെ വക്തിന്റെ മുമ്പ് തയമ്മം ചെയ്യരുത് എന്നാ. ഫിഅലിന്റെ വക്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞത് ശേഷം പറയുന്നുണ്ട്. പിന്നെ ഫർളിന്റെ ഫിഅലിന്റെ വക്ത്, കാരണം അതിന് മുമ്പ് തയമ്മം ചെയ്യരുതെന്ന് പറയാൻ തെളിവെന്താ? ലിഅന്നഹു തഹാറത്തു ലറൂറത്തിൻ വലാ ലറൂറത്ത ഖബ്ലൽ വഖ്തി. കണ്ടോ, ഇത് തഹാറത്തു ലറൂറത്താണ്, കുടുങ്ങിയിട്ടുള്ള തഹാറത്താണ് തയമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് കൊടുക്കില്ലല്ലോ. പിന്നെ വൈന്നമാ ജാസ അവ്വലഹു, അങ്ങനെയാണെങ്കിൽ ഒരു കാലം അവ്വൽ വക്ത് തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കുക, അതിനും കൊടുക്കില്ലല്ലോ, അതിന് ലറൂറത്തില്ലല്ലോ. ആഖിർ വക്തിലേക്ക് ബന്ധിക്കണ്ടേ, അവ്വൽ വക്തില് ജായിസ് ആവൂല എന്ന് പറയണ്ടേ. അപ്പൊ അതിന് പറയാ ഇന്നമാ ജാസ അവ്വലഹു, തയമ്മം ജായിസായി അവ്വലഹു വക്തിന്റെ തുടക്കത്തിൽ, ഫർളിന്റെ വക്തിന്റെ തുടക്കത്തിൽ പറ്റും. ലിയഹൂസ ഫളീലത്തഹു, അത് ആ അവ്വൽ വക്തിന്റെ ഫളീലത്ത് കിട്ടാൻ വേണ്ടിയാണ്. അത് നഷ്ടപ്പെടരുതല്ലോ. ലറൂറത്തിന്റെ തഹാറത്താണെന്ന് വിചാരിച്ചിട്ട് അവ്വൽ വക്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ്. അതിനും പുറമെ ഓ മുബാദറത്തല്ലി ബറാഅത്തി ദിമ്മത്തിഹി, ദിമ്മത്ത് ഭാര്യ ആകുക എന്നത് ഉറപ്പാകാൻ വേണ്ടിയും. അപ്പോ വക്ത് കടന്നതിന് ശേഷമല്ലേ ദിമ്മത്ത് എന്താണ് മുതഅല്ലിഖത്ത മർബൂത്തത്തായിട്ടുള്ളൂ. സമയം കടക്കുമ്പോഴല്ലേ നിസ്കരിക്കൽ നിർബന്ധമാകുക. അപ്പൊ പിന്നെ ബറാഅത്തു ദിമ്മത്തിന് എന്താകുക? അവ്വൽ വക്തിൽ തന്നെ. അപ്പൊ മുബാദറത്ത് ധൃതിയിൽ ഒഴിവാക്കുക, ധൃതി ഉണ്ടാകുക എന്ന് രണ്ട് കാരണം പറഞ്ഞു. ഇനി വലായസിഹു അയ്ളൻ നഖ്ലു ഖബ്ലഹു, അപ്പൊ തയമ്മം ചെയ്യൽ എന്ന് പറഞ്ഞാല് മുഖം തടകുക, കൈ തടകുക, ഇതാണല്ലോ. അപ്പൊ നഖ്ലുത്തുറാബും ഇതിന്റെ അർക്കാനിലായിട്ടല്ലേ നമ്മൾ പെടുത്തിയത്. അപ്പൊ നഖലും പറ്റൂല. അയ്ളൻ എന്ന് പറഞ്ഞത് തയമ്മം പറ്റാത്ത പോലെ. ഖബ്ലഹു എന്തിന്റെ മുമ്പ്? ആ വക്തിന്റെ മുമ്പ്, ഫർളിന്റെ വക്ത് കിടക്കുന്നതിന് മുമ്പ് നഖല് പറ്റൂല. വലവ് ഇഹ്തിമാലൻ, പിന്നെ അത് ഇഹ്തിമാലാണെങ്കിലും, ഇഹ്തിമാൽ എന്ന് പറഞ്ഞാൽ സംശയിച്ചുകൊണ്ടാണ്, സമയം ആയോ ഇല്ലേ എന്നുള്ള സംശയം നിലനിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇഹ്തിമാലൻ എന്താണ്? സമയം കടന്നിട്ടില്ലല്ലോ. ഇല്ല ഇൻ ജദ്ദദൻ നിയ്യത ബഅദഹു ഖബ്ലൽ മസ്ഹി, പക്ഷേ ആദ്യം ഇങ്ങനെ മണ്ണ് നഖൽ ചെയ്തതിന് ശേഷം തടകുന്നതിന്റെ മുമ്പ് നിയ്യത്ത് പുതുക്കിയാലും മതിയാകും. കമാമറ, അങ്ങനെ ചില രൂപം നഖലിന്റെ അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ ഫീഹി, അപ്പോ ഈ സമയമായതിനു ശേഷം തയമ്മം ചെയ്യല് ഫർളിന്റെ വക്തില്, ഫീഹി എന്ന് പറഞ്ഞാൽ വക്തുൽ ഫർളില് തയമ്മം ചെയ്യല്, ഫയസിഹു, ആ തയമ്മം സഹിയാകും, ലഹു ഈ ഫർളിന് വേണ്ടി, വലവ് ഖബ്ല ബഅദി ശുറൂത്തിഹി, ഈ വലവ് ഖബ്ല ബഅദി ശുറൂത്തിഹി എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് അമ്മാ ഫീഹി ഫയസിഹു ലഹു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞു. അപ്പോ ആ നിസ്കാരത്തിന്റെ ആ ഫർളിന്റെ ഷർത്തുകളിൽ നിന്നുള്ള ചിലത് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും എന്താവും? തയമ്മം സഹിയാകും. ചിലത് ചെയ്യുന്നതിന് മുമ്പ് എന്നാ, എല്ലാം ചെയ്യുന്നതിന് മുമ്പല്ല. കാരണം എന്താ? തയമ്മം ചെയ്യുന്നതിന് മുമ്പ് നജാസത്തുനിന്ന് ശരീരം മുഴുവൻ ശുദ്ധിയാക്കണ്ടേ, അതതിൻ്റെ ഒരു ഷർത്താണല്ലോ. അപ്പൊ അത് ശേഷം കാരണം പറയുന്നുണ്ട്, വിശദീകരണം വരുന്നുണ്ട്. ഖബ്ല ബഅദി ശുറൂത്തിഹി, ഏതുപോലെയൊക്കെ ഖുതുബത്തി ജുമുഅത്തിൽ ഗൈരിൽ ഖതീബി, ഖതീബ് അല്ലാത്ത ആളിന് പിന്നെ ജുമുഅന്റെ ഖുതുബ പോലെ.
അപ്പോ ജുമാന്റെ ഖുതുബ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ജുമാ നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്യാം. ആർക്ക്? ഖത്തീബിന് പറ്റൂല, ഖത്തീബ് അല്ലാത്ത ആളിനെ പറ്റുള്ളൂ. ഖത്തീബിന് പറ്റൂല എന്ന് പറയാൻ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഖുതുബക്കൊരു തയമ്മം വേണം, പിന്നെ ജുമാ നിസ്കരിക്കാൻ വേറെ തയമ്മം വേണം. അപ്പൊ ഖത്തീബിനെ സംബന്ധിച്ച് ഖുതുബന്റെ ശേഷേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, സമയമായാലും ദുഹറിന്റെ വക്ത് ജുമാന്റെ വക്തായി കഴിഞ്ഞാൽ സവാല് പോലെ തന്നെ തയമ്മം ചെയ്യാം. അത് ബഅദ ശുറൂത്തിന് മുമ്പുള്ള തയമ്മം. ഇമാമർ റഫീഹി അന്നഹു ലാബുദ്ദ ലഹു മിൻ തയമ്മുമൈനി മുത്ലഖൻ ലിഗൈരിൽ ഖത്തീബി എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നില്ല. ഇമാമർ റഫീഹി ഖത്തീബിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫീഹി തന്നെ ഖത്തീബിനെ കുറിച്ച് എന്ത് പറഞ്ഞു? അന്നഹു ലാബുദ്ദ ലഹു, ഖത്തീബിന് വേണം, അനിവാര്യാണ്, മിൻ തയമ്മുമൈനി, 2 തയമ്മും വേണം, മുത്ലഖൻ, മുത്തലക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഖുതുബക്ക് വേണ്ടി തയമ്മം ചെയ്താലും ജുമയ്ക്ക് വേണ്ടി തയമ്മം ചെയ്താലും അയാൾ 2 തയമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഖുതുബ കഴിയേണ്ട തയമ്മം പറ്റൂല. പിന്നെ വക്ക സത്തിരിൻ, അപ്പോൾ ബഅദ ശുറൂത്തിന് ഉദാഹരണം പറഞ്ഞാണ് ഖുതുബത്ത് ജുമാഅത്തിന്, അതിന്റെ മേലെ എത്തുവായിട്ട് വക്ക സത്തിരിൻ, സത്തുറുൽ ഔറത്ത് പോലെ. അപ്പോൾ ഔറത്ത് മറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, തയമ്മം ചെയ്യുക. അപ്പോൾ പെണ്ണുങ്ങൾ എന്താണ് നിസ്കാരക്കുപ്പം വെക്കാനൊക്കെ ഇട്ടതിന് ശേഷം തയമ്മം ചെയ്യുക, അങ്ങനെയല്ല, അത് പ്രയാസമായിരിക്കും അല്ലേ, താഴ്ത്തുറായി പോവും. അതിന് മുമ്പ് തന്നെ തയമ്മം ചെയ്യാം. കമാ അഫാദഹു ഖൗലു റൗളത്തി വാസ്ലിഹ, സത്തറിന് മുമ്പ് തന്നെ തയമ്മം ചെയ്യാന്ന് ആരെ പറഞ്ഞ്? ബഅദ ശുറൂത്തിന് ഉദാഹരണം പറയുന്നത്. അപ്പൊ ചിലതിൽ പെടൂല. അപ്പൊ അതുകൊണ്ടാണ് അതിന് പറഞ്ഞത് റൗളയും അസ്ല് എന്താണ് ശറഹുൽ കബീറും പിന്നെ അസീസ് എന്നുള്ള കിതാബിന്റെ പേര്. അപ്പോ അത് രണ്ടിലും അങ്ങനെയുള്ളത്. ഖബല വക്തിഹി, എന്തിന്റെ മുമ്പ്? വക്ക സത്തിരിൻ ഖബല വക്തിഹി, ഫർളിന്റെ വക്തിന്റെ മുമ്പ് എന്ത് ചെയ്യുക, സത്രി ചെയ്യും പോലെ. വസറഹ ബിഹിൽ അസ്നവിയ്യു വഗൈറുഹു, ഫർളിന്റെ ബഅദ ശുറൂത്താണ് സത്റുൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനു മുമ്പ് തന്നെ തയമ്മം ചെയ്യാം. പിന്നെ ഖബല വക്തിഹി എന്ന് പറഞ്ഞത് അവിടെ വല്ലമീറു ഫി കമാ അഫാദഹു ഖൗലുർ റൗള വാസ്ലിഹ എന്ന് പറഞ്ഞ് റാജിഉൻ ഇലാ ഖബൽ. ഖബല എന്നുള്ളത് വലോ ഖബല ബഅദ ശുറൂത്തിഹി എന്നതിന് തെളിവാണ് കമാ അഫാദഹു ഖൗലുർ റൗള വാസ്ലിഹ എന്ന് പറയുന്നത്. വലോ ഖബല ബഅദ ശുറൂത്തിഹി. ഇനി വഫി വക്തിഹി, ഖബല വക്തിഹി എന്ന് പറഞ്ഞില്ലേ, അത് റാജിഉൻ ഇലാ ഫർളിൻ, അതിന്റെ ലമീർ മത്തിനിലെ ഫർളിലേക്കാണ്. അപ്പൊ ഈ റൗളന്റെയും അസ്ലിന്റെയും ഖൗലാണ് എന്ത് ഖബല വക്തിഹി എന്ന് പറയുന്നത്. വലായത്തയമ്മമു ലിഫർളിൻ ഖബല വക്തി ഫിഅലിഹി എന്നാണ് ഇപ്പൊ ഇവിടെ മിൻഹാജിലുള്ളത്. റൗളയിലും അസ്ലിലും ഉള്ള എന്താണ്? വലായത്തയമ്മമു ലിഫർളിൻ ഖബല വക്തിഹി എന്നാണ്. അപ്പൊ ഖബല വക്തിഹി ആ ഖൗലിന്റെ മഖൂല. അപ്പൊ വക്തിന്റെ മുമ്പ് ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? ഷർത്തുകളിൽ നിന്ന് ചിലത് ചെയ്യുന്നതിന്റെ മുമ്പ് ശരിയാകും എന്നല്ലേ മനസ്സിലായത്? അതാണ് കമാ അഫാദഹു എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഷർത്ത് ബഅദ ശുറൂത്തിന് 2 ഉദാഹരണം പറഞ്ഞു, ഖുതുബയും സത്റുൽ ഔറത്തും. അപ്പൊ അതിനു മുമ്പ് പറ്റും എന്നാ. ഇനി അതിമാം മസ്നവിയും മൊയ്റും ശരിയാക്കിയിട്ടുണ്ട്. വലാ യുനാഫിഹി സിയാദത്തുൽ മത്നി വാസിലിഹി. അപ്പോ അവിടെ റൗളയിലും അസ്ലിലും ഉള്ളത് ഖബല വക്തിഹി എന്നാണ്. അവിടെ മിൻഹാജിലോ ഖബല വക്തി ഫിഅലിഹി എന്നാണ്.
അപ്പോ മത്തിന് മിൻഹാജും എന്ന പോലെ അതിന്റെ അസില് മുഹററും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഫിഅലിഹി എന്ന് വർദ്ധിപ്പിച്ചു. അപ്പോ പിന്നെ മുഹററിന്റെ ഇബാറത്ത് വലാ യതയമ്മമു ലി ഫരീളത്തിൻ ഖബ്ല അൻ യദ്ഖുല വഖ്തു ഫിഅലിഹാ എന്നാണ്. അപ്പൊ ഒരു ഫിഅല് എന്ന് കൂട്ടിയല്ലോ. അപ്പൊ ആ ഫിഅല് എന്ന് കൂട്ടിയപ്പോ അതും ഇതും എതിരാണ് വന്നു. വലാ യുനാഫീഹി എന്ന് പറഞ്ഞാൽ ഏതിനെതിരല്ലാന്ന്, ഈ മാ അഫാദഹു ഉണ്ടല്ലോ, റൗലന്റെയും മസ്ലിന്റെയും ഖൗല് ഖബ്ല വഖ്തിഹി എന്ന് ഫായിദ വെപ്പിച്ചതാണ് ബഅദ ശുറൂത്തിന് മുമ്പാണെങ്കിലും എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെതിരല്ല ഖബ്ല വഖ്തി ഫിഅലിഹി, ആ ഫർള് നിർവഹിക്കുന്ന സമയത്തിന് മുമ്പ്. നിർവഹിക്കുന്ന സമയത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നിർവഹിക്കല്, ആ ഫർള് നിർവഹിക്കല് നിസ്കരിക്കലപ്പോഴാ ഷർത്തൊക്കെ പാലിച്ചതിന് ശേഷമല്ലേ, സത്രുല്ലവറത്തിന്റെ ശേഷമല്ലേ എന്താ ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ, ഖുതുബന്റെ ശേഷമല്ലേ ജുമഅ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഖബ്ല വഖ്തിഹി എന്ന് പറയുന്നതും ഖബ്ല വഖ്തി ഫിഅലിഹി എന്ന് പറയുന്ന രണ്ടിന്റെയും മുക്തത രണ്ടും രണ്ടല്ലേ. ഖബ്ല വഖ്തിഹി എന്ന് പറഞ്ഞാൽ ചില ഷർത്തൊക്കെ ചെയ്യുന്നതിന് മുമ്പും തയമ്മം ചെയ്യാം. ഖബ്ല വഖ്തി ഫിഅലിഹി എന്ന് പറഞ്ഞാൽ ഷർത്ത് ചെയ്യുന്നതിന് മുമ്പ് തയമ്മം ശരിയാവൂല എന്നല്ലേ വരുന്നത്. എന്നാ ഇഷ്കാൽ അങ്ങനെയല്ല. കാരണം എന്താ, അന്നൽ വഖ്ത ഖബ്ല ഫിഅലി ഹാദിഹി ശുറൂത്തി യുസമ്മ വഖ്തൽ ഫിഅലി. ഈ ഷർത്തുകൾ നിർവഹിക്കുന്നതിന്റെ മുമ്പുള്ള സമയത്തിന് എന്തു പറയും, വഖ്തുൽ ഫിഅലി എന്ന് അതിനും പറയും. അപ്പൊ അതുകൊണ്ട് ഫലാ ഇത്റാള അലൈഹിമാ, ഈ പറഞ്ഞ മത്തിനിന്റെയും അസലിന്റെയും മേലെ ഇത്റാള് ചെയ്യാനില്ല. മിന്നാജിനെയും മുഹററിനെയും ഇത്റാള് ചെയ്യാനില്ല. ഖിലാഫൻ ലിമൻ ലന്നഹു, ആ ഇത്റാളിനെ ചിലര് തന്നെ ചെയ്തിട്ട് അങ്ങനെ ഇത്റാള് ചെയ്തിട്ടുണ്ട്. മിന്നാജിന്ന് അസലിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നത്, മസല അങ്ങനെയല്ലല്ലോ, അത് റൗലയിലും അസലിലും പറഞ്ഞ പോലെ അല്ലേ എന്ന് ഇത്റാള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു വഇന്നമാലം യസിഹ. ഇനി അപ്പൊ ബഅദ ശുറൂത്തിന് മുമ്പ് ശരിയാകും എന്ന് പറയുമ്പോ ശരീരം മുഴുവൻ തുഹറുണ്ടായതിനു ശേഷമല്ല തയമ്മം ശരിയാവുള്ളൂ. അങ്ങനെ ഒരു ഇഷ്കാല് വരും. നജാസത്തിനെ തൊട്ട് ശുദ്ധിയാകണമല്ലോ വെള്ളം ഉണ്ടെങ്കിൽ. അതാ പറഞ്ഞു വഇന്നമാലം യസിഹ എന്ന് പറഞ്ഞ് 4 പേര് കഴിഞ്ഞിട്ടാ പിന്നെ പറയുന്നത് ഖബ്ല തുഹരി ജമീഅൽ ബദനി മിമ്മാ ലാ യുഅഫാ അൻഹു. ഇടയ്ക്കുള്ളത് ഞാൻ വായിക്കാം, അതിനു മുമ്പ് ഇതൊന്ന് വായിക്കട്ടെ. വഇന്നമാലം യസിഹ, തയമ്മം സഹിയായില്ല. ഖബ്ല തുഹരി ജമീഅൽ ബദനി, ശരീരം മുഴുവൻ ശുദ്ധിയാകുന്നതിന് മുമ്പ്, അതായത് നജാസത്തുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് വേണം തയമ്മം ചെയ്യാൻ. എന്തിനെ തൊട്ടുള്ള തുഹർ, മിമ്മാ ലാ യുഅഫാ അൻഹു, യഅഫൂ ചെയ്യപ്പെടാത്ത ഒരു നജസിനെ തൊട്ടുള്ള തുഹർ, അതിനു മുമ്പ് തയമ്മം ശരിയാവില്ല. എന്തുകൊണ്ടാൽ തളമ്മുഖി ബിഹി, ആ മാലാ യുഅഫാ അൻഹു ആയ നജസ് ഉണ്ടല്ലോ, ബിഹിന്റെ ലമീർ മാലാ യുഅഫാ അൻഹുയിലേക്കാ, അതുമായി തളമ്മുഖാണ്, അത് പുരണ്ടിട്ടുണ്ട്, ശരീരത്ത് പുരണ്ടിരിക്കല്ലേ നജാസത്ത്, പിന്നെ അഫൂ ഇല്ലാത്തതുമല്ലേ, അപ്പൊ അത് കഴുകണം. അതിനും പുറമെ അതിനെ ദഫ് ചെയ്യാനുള്ള കൂവത്തുണ്ടോ തയമ്മത്തിന്, അതുമില്ല. അതാ മഴ ലഅഫി തയമ്മുമി, ലഅഫ് അല്ലേ ളുഅഫ്, തയമ്മം ലഈഫാണ്. മുമ്പ് പറഞ്ഞല്ലോ ഒളുവിനെ പോലെയല്ല തയമ്മം, ലഈഫാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് കഴുകിയിട്ട് വേണം തയമ്മം ചെയ്യാൻ. ലാലി കൗനി സവാലിഹി ഷർത്തൻ ലി സിഹത്തി സ്വലാത്തി, ഈ മാലായഫാൻഹു ആയ നജാസത്ത് നീങ്ങല് നിസ്കാരം സഹിയാകാൻ ഷർത്തായതുകൊണ്ടല്ല. നിസ്കാരം സഹിയാകണമെങ്കിൽ എന്ത് വേണം, നജസ് കഴുകണം, അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണോ എന്ത് അത് കഴുകാതെ തയമ്മം ശരിയാവൂല എന്ന് പറഞ്ഞത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം വരും. ശരീരത്തിലെ നജാസത്ത് മാത്രം കഴിയാൻ മതിയാവൂല, വസ്ത്രത്തിലെ നജാസത്തും എന്ന പോലെ പിന്നെ നിസ്കരിക്കുന്ന സ്ഥലത്തെ നജാസത്തും ഒക്കെ കഴുകണമെന്ന് വരും. ഷർത്തിന് പിന്നെ തയമ്മത്തിന് ആ ഷർത്തില്ലല്ലോ. തയമ്മം സഹിയാകാനേ ഇവന്റെ ശരീരവും എന്ന പോലെ ഇവന്റെ ശരീരത്തിന്റെ തുഹറ് ഷർത്തുണ്ട്, വസ്ത്രത്തിന്റെയും എന്ന പോലെ ഈ മക്കാനുസ്സലാത്തിന്റെയും തുഹറ് ഷർത്തില്ലല്ലോ. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന നിലക്ക് പരിഗണിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് വേണം, ശുദ്ധി ഉണ്ടാകണം എന്ന് വരും. അതുകൊണ്ടല്ല. അപ്പൊ ലാലിക്കൗനി സവാലിഹി എന്ന് പറഞ്ഞതിൽ ഇത്തളമ്മുഖി ബിഹി എന്ന് പറഞ്ഞ ഇല്ലത്തിന്റെ മേലെത്ത്, ഇതല്ല ഇല്ലത്ത്, അതാണ് ഇല്ലത്ത്.
ഇതാണെങ്കിലോ വയില്ല എന്ന് പറഞ്ഞാല് ഈ മാലായുഫാൻഹുവായ നജസ് നീങ്ങല് നിസ്കാരത്തിന്റെ ഷർത്തായതുകൊണ്ടാണ് എന്താണ് തയമ്മത്തിന്റെ മുമ്പ് അത് നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഷർത്തുകൾ പൂർത്തിയാക്കിയതിന് ശേഷമേ തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ലമാ സഹ തയമ്മം സഹിയാവൂല ഖബല സവാലിഹി ആ മാലായുഫാൻഹുവായ നജസ് നീങ്ങുന്നതിന്റെ മുമ്പ് തയമ്മം സഹിയാവൂല എന്ന് പറയേണ്ടി വരും. എന്തിനെ തൊട്ട് നീങ്ങാനി സൗബി ഉൽ മക്കാനി, സൗബിനെ തൊട്ടും മക്കാനിനെ തൊട്ടും നീക്കണം എന്ന് പറയേണ്ടി വരും. അതാരെ പറയുന്നുണ്ട്? പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടല്ല. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളുടെ മുമ്പ് എന്താണ് തയമ്മം ചെയ്യാവൂലെന്നില്ല, അത് ചെയ്യാവും. പിന്നെ ശരീരത്തിനെ തൊട്ട് ശരീരത്തിൽ കാമിലായ തുഹ്റു വേണം, നജാസത്ത് നീക്കണം എന്ന് പറയുന്നത് ഇതിന്റെ പേരിലുമാണ്, ലോഫുത്തയമ്മത്തിന്റെ പേരില. ഇനി വൈന്നമാലമ്യസിഹന്റെ വാക്യ അടക്ക് വായിച്ചില്ലല്ലോ. എന്താ ഉജൂദിൽമായി വെള്ളം ഉണ്ടാവുമ്പോ, എന്തിനു വെള്ളം ഉണ്ടാവുമ്പോ? നജാസത്ത് നീക്കുന്നതിന് വെള്ളം ഉണ്ടാവുമ്പോന്നാ ഗർദിയില് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല ഒതുകൊടുക്കാൻ വെള്ളം ഉണ്ടായ തയമ്മം ശരിയാവൂലല്ലോ. പിന്നെ ലാമുത്തലക്കൻ എങ്ങനെയല്ല, വെള്ളം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നല്ല. പിന്നെ ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി, അങ്ങനെ ആ ഇത്ലാക്കല് ചിലവരെന്ത് ചെയ്തിട്ടുണ്ട്, കലത്ത് സംഭവിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞ മുത്തലക്കൻ ചെയ്യാവൂലെന്ന്. അങ്ങനല്ല. അതായത് തയമ്മം ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തില് നജസ് ഉണ്ടെങ്കിൽ നീക്കണം എന്ന് പറഞ്ഞത് വെള്ളം ഉണ്ടെങ്കിലാണ്. അല്ലാതെ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീക്കൽ നിർബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി എന്ന് പറയുന്നത് അതിന് കാരണം പറയുന്നു ഫഫിൽ മജ്മൂഇ സബബിയ്യത്ത. ആ ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ മുത്തലക്കൻ എന്ന് പറഞ്ഞതിന് കാരണം പറയാ. ഇതാ കൊല്ല മിന്ന മജ്മൂഇൽ ഇതാ ഉള്ളത്. ഇതാ കൊല്ല നമ്മൾ പറഞ്ഞാൽ ലായുജുൽ ഹജറു ഫി നാദിരിൻ കൽ മദി. നാദിറായ ഖാരിജാകുന്ന സാധനത്തില് കല്ലുകൊണ്ട് ഇസ്തിഞ്ചാവ് മതിയാവൂല, മൂത്രം പോലത്തതിന് കല്ലുകൊണ്ട് ഇസ്തിഞ്ചായിൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ മതി പോലെ. അല്ലെങ്കിൽ ഔഇന്ന റുത്തൂബത്തുൽ ഫർജ് ലാ യുഅഫു അൻഹു, അല്ലെങ്കിൽ റുത്തൂബത്തുൽ ഫർജ് അതിനെ തൊട്ട് അഫുവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, അതിനെ തൊട്ട് അഫു ഉണ്ട് എന്നാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യതയമ്മമു വയഖ്ലി, ഇവൻ തയമ്മം ചെയ്യണം, മടക്കി നിസ്കരിക്കുകയും വേണം എന്നാണ്. പിന്നെ വയത്തി ഫിൽ മത്തിനി യതയമ്മമു വയഖ്ലി, അപ്പൊ കഥ കിട്ടണം. അപ്പൊ ഇവന്റെ തയമ്മം ശരിയാകുന്നുണ്ടല്ലോ. ആ നജാസത്ത് വെച്ചുകൊണ്ട് തന്നെ തയമ്മം ശരിയാകുന്നുണ്ട്. റുത്തൂബത്തുൽ ഫർജിനെ തൊട്ട് അഫുവില്ല. അപ്പൊ മാലായുഫാനുമാണ്, ഇവന്റെ അടുത്ത് വെള്ളമില്ല. അപ്പൊ അതുകൊണ്ട് കലാക്കണം എന്ന് പറഞ്ഞ്. പിന്നെ അല്ലെങ്കിൽ നാദിറിൽ കല്ല് മതിയാവൂല എന്ന് പറയുമ്പോ ഇവനിന്ന് മതി ഉറപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്യാ? തയമ്മം ചെയ്യാണ്. നജാസത്ത് നീക്കാൻ മാർഗമില്ല. അപ്പൊ തയമ്മം ശരിയാവും. അപ്പൊ ലമ്യസിഹ എന്ന് പറഞ്ഞപ്പോ വെള്ളം ഉണ്ടാവുമ്പോ എന്ന് ഈ മജ്മൂഇ പറഞ്ഞെന്ന് മനസ്സിലായി. ഇനി വയത്തി ഫിൽ മത്തിനി, മത്തിനിൽ വരും ഫഫിൽ മജ്മൂഇ എന്ന് പറഞ്ഞ അതിന്റെ മേൽ അത്ഫാണ്. മത്തിനിൽ വരും അന്നമംബി ജുറഹിഹി ദമുൽ ലാ യുഅഫു അൻഹു. അതുകൊണ്ടും കൂടിയാണ് ലാമുത്തലക്കൻ എന്ന് പറയുന്നത്. വയത്തി ഫിൽ മത്തിനി എന്ന് പറഞ്ഞാൽ മിന്നാജിന് ശേഷം വരുന്നുണ്ട് എന്നർത്ഥം. ഒരുത്തന്റെ മുറിവിൽ രക്തമുണ്ട്, മഅഹൂനൊന്നും അല്ലാത്ത ദമാണ്. ഇവനെന്ത് ചെയ്യുക? കഴിയാൻ വെള്ളമില്ലെങ്കിൽ യതയമ്മമു വയഖ്ലി, ഇവൻ തയമ്മം ചെയ്ത് നിസ്കരിക്കണം, വയഖ്ലി എന്നിട്ട് ഖളാ വിട്ടുകയും വേണം എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മജ്മൂഇലുള്ളതും മത്തിനിൽ വരുന്ന ഈ രണ്ട് കാരണം കൊണ്ടാണ് അവിടെ എന്താ ഉജൂദിൽ മായി എന്ന് പറഞ്ഞത്, ലാ മുത്തലക്കൻ എന്ന് പറഞ്ഞതെന്നർത്ഥം. പിന്നെ വാക്യം വായിച്ചല്ലോ, ഇന്നമാലം യസിഹ ഖബ്ല തുഹ്രി ജമീൽ ബദനി. ആ ഖബ്ല എന്നുള്ളത് ലം യസിഹ എന്നുള്ളതിനോട് ബന്ധിച്ചതാ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ജമീൽ ബദനി മിമ്മാ ലാ യുഫഅലു ലിതലമ്മുഖി ബിഹി മാ ലാ ഫി തയമ്മുമി ലാ ലികൗനി സവാലിഹി ശർത്തൻ ലിസിഹത്തി സ്വലാത്തി വഇല്ലാ ലമാ സഹ ഖബ്ല സവാലിഹി അനി സൗബി വൽ മക്കാൻ എന്ന് പറഞ്ഞു. ഇനി വഉൽഹിഖ ബിഹിൽ ഇജ്തിഹാദു ബിൽ ഖിബ്ല, ഖിബ്ലയിലെ ഇജ്തിഹാദ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്? ആ സവാലു മിമ്മാ ലാ യുഅഫു അൻഹുവിനെ തൊട്ടുള്ള തുഹറിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
ഖിബലയിൽ ഇജ്തിഹാദ് ചെയ്യേണ്ടവനാണെങ്കിൽ അതിന് ശേഷം തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലിമാമറ, പിന്നെ വയുന്തബു തസ്മിയത്തു എന്ന് പറഞ്ഞിങ്ങോട്ട് പറഞ്ഞെടുത്ത് പറഞ്ഞതാ മി ഉജൂബിൽ ഇആദത്തി ഫീഹിമ. പിന്നെ അതങ്ങോട്ട് ഇൽഹാക്ക് ചെയ്യാൻ കാരണം എന്താ? മാമറക്ക് വേണ്ടി, ഉൽഹിക്കന്റെ ഇല്ലത്താണ് ഈ മാമറ. ആ മാമറ എന്താണ്? മി ഉജൂബിൽ ഇആദത്തി ഫീഹിമ, ആ ഖിബലയിലെ ഇജ്തിഹാദിലും എന്ന പോലെ ഈ നജാസത്ത് നീക്കുന്ന വിഷയത്തിലും മടക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാല് അതവിടെ ഷെർവാനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നജാസത്തോടു കൂടെ ഒരുത്തൻ നിസ്കരിച്ചു, എന്നാ പിന്നെ മടക്കൽ നിർബന്ധമാണ്, ഇവന്റെ കഴിയാൻ വെള്ളമില്ല. ഫീഹിമ എന്ന് പറഞ്ഞാൽ ഐഫിസ് സലാത്തി മഅൽ ഖുബ്സി എന്ന പോലെ വസ്സലാത്തി മഅ അദമിൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലുൽ ഖിബലന്റെ അവിടെ ഇവന് ഖിബല ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താതെ ഖിബലയിലേക്ക് അല്ലാണ്ട് നിസ്കരിച്ചു, ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താതെ നിസ്കരിച്ചു, എന്താ മടക്കണോ? അത് ഖിബലയിലേക്ക് ഒത്തു വന്നാലും മടക്കണോ? പിന്നെ എന്ന പോലെ തന്നെ പിന്നെ നജാസത്തിന്റെ അവിടെ മടക്കൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് അതിനോട് ഇൽഹാക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. ഇനി വയദുഖുലു വഖ്തു ഫിഅലി സാനിയത്തി, ഫിഅലിന്റെ വഖ്ത് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ നിസ്കാരം, അതായത് ഇനിയിപ്പോ ജമ്മാക്കാൻ പോവുകയാണ്, ജമ്മു തഖദീമും തഖീറും ഉണ്ടല്ലോ. ജമ്മു തഖദീമിന്റെ അവിടെ രണ്ടാമത്തിന്റെ ഫിഅലിന്റെ സമയം കിടക്കലപ്പോഴാ ബി ഫിഅലിൽ ഊല ഉണ്ടോ. വയദുഖുലു വഖ്തു ഫിഅലി സാനിയത്തി ഫി ജംഇ തഖദീമി ബി ഫിഅലിൽ ഊല, ഒന്നാമത്തെ നിസ്കാരം നിസ്കരിച്ച് തീരുന്നതോടുകൂടെയാണ് ജമ്മു തഖദീമിൽ രണ്ടാമത്തിന്റെ സമയം കിടക്കുന്നത്. അപ്പോ മുസന്നിഫ് ഫിഅലിഹി എന്ന് കൂട്ടിയതിന്റെ ഒരു ഫായിദ കിട്ടിയല്ലോ അല്ലെ. അത് കൂട്ടിയില്ലെങ്കിൽ എന്താവും? ജമ്മു തഖദീമിന്റെ അവിടെ ഒന്നാമത്തതിന്റെ വക്ത് കിടക്കുന്നതോടുകൂടെ തന്നെ എന്തിന് തയമ്മം ചെയ്യാൻ, രണ്ടാമത്തിന് തയമ്മം ചെയ്യാന്ന് വരും. അത് പറ്റൂല. ഫയത്തയമ്മമുലഹ, അപ്പൊ രണ്ടാമത്തേന് വേണ്ടി ഇവൻ തയമ്മം ചെയ്യണം ബഅദഹ, ഒന്നാമത്തതിന്റെ ശേഷം നിസ്കരിച്ച് കഴിഞ്ഞിട്ട്. ലാ ഖബ്ലഹ, എന്തിനു മുമ്പല്ല? ആ ഒന്നാമത്തേന് മുമ്പല്ല, ഒന്നാമത്തത് ശേഷം എന്ന് പറയുമ്പോ ലാ ഖബ്ലഹ തന്നെ, അതിന് മുമ്പ് പിന്നെ തസവ്വുറാവൂല അല്ലേ. നഅം, അതെ. ഇൻ ദഖല വഖ്തുഹ ഖബ്ല ഫിഅലിഹ, രണ്ടാമത്തതിന്റെ സമയം കടന്നു നിൽക്കുക, രണ്ടാമത്തെ നിർവഹിക്കുന്നതിന് മുമ്പ്. അതായത് ഇവനെന്ത് ചെയ്ത് മുന്തിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഒന്നാമത്തെ നിസ്കാരം കുറച്ചാണ്ട് നീട്ടി നിസ്കരിച്ചപ്പോഴത്തേക്ക് രണ്ടാമത്തെ സമയമായിപ്പോയി. എന്നാല് പിന്നെ അപ്പൊ ഈ കുറച്ച് നീട്ടി എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തേന് വേണ്ടി ഒന്നാമത്തെ തീർന്ന് രണ്ടാമത്തേന് വേണ്ടി തയമ്മം ചെയ്തു. തയമ്മം ചെയ്തിട്ട് നിസ്കരിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്താണ് അസറിന്റെ സമയമായിപ്പോയി. എന്നാൽ ഈ തയമ്മം കൊണ്ട് അസർ നിസ്കരിക്കാൻ പറ്റൂല. അതാ ബത്തല തയമ്മുഹു. ഇവൻ ഈ രണ്ടാമത്തതിന് വേണ്ടി ചെയ്ത തയമ്മം ബാത്തിലാണ്. കാരണം എന്താ? ലിഅന്നഹു ഇന്നമാ സഹലഹ തബഅൻ, ആ തയമ്മം സഹിയായത് ലഹ രണ്ടാമത്തെ നിസ്കാരം അസറിന് വേണ്ടി അല്ലെ ഇശായിന് വേണ്ടി സഹിയായത് തബഅൻ താബിഅ എന്ന നിലക്കാണ്. ഒന്നാമത്തതിന്റെ വക്തില് ഒന്നാമത്തെ ചെയ്തതിന് ശേഷം ളുഹറും മഗ്രിബും നിസ്കരിച്ചതിന് ശേഷം ളുഹറിന്റെയും മഗ്രിബിന്റെയും വക്തിലാണ് എന്ത് ചെയ്യുന്നത്? അസറിനും ഇശായിനും വേണ്ടി തയമ്മം സഹിയായത്. അത് ഇതിനോട് താബിയായിട്ടാണ്. വഖദ് സാലത്തി തബഇയ്യത്തു, അപ്പൊ ഇപ്പൊ തബഇയ്യത്തില്ല. കാരണം എന്താ? ബിൻഹിലാലി റാബിത്തത്തിൽ ജംഇ, ജമ്മിന്റെ റാബിത്ത നഷ്ടപ്പെട്ടല്ലോ. ജമ്മു എന്ന് പറയുന്ന റാബിത്ത രണ്ടാമത്തേന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ജമ്മായ നിസ്കാരമല്ലല്ലോ, അതായിട്ട് രണ്ടാമത്തേന്റെ വക്തിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് തബയ്യത്ത് പോയതുകൊണ്ട് അത്തയമ്മം കൊണ്ട് ഇനി നിസ്കരിക്കാൻ പറ്റൂല. തയമ്മം ബാത്തിലായി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇനി അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പറ്റുമോ? ബത്തല തയമ്മുഹു എന്ന് പറഞ്ഞിടത്ത് ഷർവാനി പറഞ്ഞ സരീഹും ഫി അന്നഹു ലാ യുബാഹു ലഹു ബിഹാദ തയമ്മുമി ശൈഉൻ നസ്ല,
തയമ്മം ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വേറെ എന്തോ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു കാര്യവും ഹലാലല്ല എന്നർത്ഥം. അത്തയമ്മം കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇനി വബിഹി ഫാറഖ മാമറ. വബിഹി എന്ന് പറഞ്ഞാൽ ഈ ഇല്ലത്തുകൊണ്ട് ഏത് ഇന്നമാ സഹലഹ തബഅൻ വഖദ് സാലത്തി തബഇയ്യത്തു ബിൻഹിലാലി റാബിത്തത്തിൽ ജമ്മി. ജമ്മിന്റെ ആ ബന്ധം എന്താണ് കെട്ടഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പറഞ്ഞ ഇല്ലത്തുകൊണ്ട് ഫാറഖ മാമറ ഇത് ഫർക്കായി, മുമ്പ് കഴിഞ്ഞ ഒന്നിനോട് ഫർക്കായി. പിന്നെ മിൻ ഇസ്തിബാഹത്തിൽ ളുഹ്രി ബിത്തയമ്മുമി ലി ഫായിത്തത്തിൻ. ഫൗത്തായൊരു നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്തു. ആ തയമ്മം കൊണ്ട് ളുഹർ നിസ്കരിക്കാം. എപ്പോഴാണ് തയമ്മം ചെയ്തത്? ലുഹാ സമയത്ത് തയമ്മം ചെയ്തു. ലുഹൻ എന്നുള്ളിടത്ത് ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞു. ലുഹ എന്നുള്ളത് പിന്നെ തയമ്മത്തിലേക്ക് ബന്ധിക്കുന്നതാണ്. അപ്പൊ അതിന് മഫൂല് ബിഹി ഗർദിന്റെ ഇബാറത്തിൽ ഫായിത്തത്തിൻ ഉരീദത്ത് വക്തല്ലുഹ എന്നാണ്. ഇവിടെ ശൈഖന്മാർ എഴുതിയാൽ ഉഴീദത്ത് അയിന് കൊണ്ട് എഴുതിയ, അത് അയിനാവൂല റാ ആയിരിക്കും. ഉരീദത്ത് ലുഹാ സമയത്ത് എന്താണ് വീട്ടാൻ വിചാരിച്ച കലാ വീട്ടാൻ വിചാരിച്ച ഒരു ഫർള്, അതിനുവേണ്ടി തയമ്മം ചെയ്താണ്. അപ്പോ ലോഹർ അതുകൊണ്ട് പിന്നെ അതിന്റെ ശേഷമല്ലേ ലോഹറിന്റെ സമയമാകുന്നുള്ളൂ. അതുകൊണ്ട് ലോഹർ നിസ്കരിക്കാന്ന് പറഞ്ഞല്ലോ. അതും ഇതും തമ്മിൽ എങ്ങനെ? ലിഅന്നഹു സമ്മ ലമ്മസ്തബാഹഹ ഇസ്തബാഹ ഗൈറഹ തബഅൻ. കാരണം അവിടെ ഈ ളുഹ്ർ ഹലാലാകുന്ന ആ സ്ഥലത്ത് ലമ്മസ്തബാഹഹ ആ ഫായിത്തത്തിന് എന്താക്കിയ മുബാഹാക്കിയ തയമ്മം മുബാഹാക്കിയ ഫായിത്തത്തിന്, ഇസ്തബാഹ ഗൈറഹ ഫായിത്തത്ത് അല്ലാത്തതിനെ മുബാഹാക്കി തബഅൻ താബിയായിട്ട്. വഹുന ഇവിടെയാണെങ്കിലോ, അവിടെ എന്ന് പറഞ്ഞ മസലത്തുൽ ഫായിത്തത്താണ്. ഇവിടെ എന്ന് പറഞ്ഞ മസലത്തുൽ ജം ആണ്, ജമ്മു തഖദീമിന്റെ മസല. അവിടെ ലം യസ്തബിഹ് മാനവ അല സിഫത്തിൽ മൻവിയത്തി. തയമ്മം മുബാഹാക്കിയിട്ടില്ല ഇവൻ കരുതിയ ഒന്നിനെ, ഏത് രീതിയിലും മുബാഹാക്കിയിട്ടില്ല. അല സിഫത്തി അൽ മൻവിയത്തി, മൻവിയായ സിഫത്തനുസരിച്ചിട്ട്. മൻവിയായ സിഫത്ത് എന്താ? ജമ്മു എന്നുള്ളത് അല്ല, സഹിയായിട്ടില്ലല്ലോ. അതിന് രണ്ടാമത്തെ സമയം കടന്നല്ലോ. ഫലം യസ്തബിഹ് ഗൈറഹു, അപ്പോ ഇതല്ലാത്തതിനെയും മുബാഹാക്കുന്നില്ല. പിന്നെ ഖളിയത്തുഹു, അപ്പൊ ഈ തബഇയ്യത്ത് നീങ്ങി എന്ന് പറഞ്ഞ ഇല്ലത്തുണ്ടല്ലോ, ആ തഅലീലിന്റെ ഖളിയ ബുത്ലാനു തയമ്മുമിഹി ബി ബുത്ലാനിൽ ജംഇ. നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ സമയം കടന്നാൽ തയമ്മം ബാത്തിലാവുന്ന, എന്നാല് ജംഉ ബാത്തിലായാലും മൊത്തത്തിൽ തയമ്മം ബാത്തിലാകും. അതെങ്ങനെ ജമ്മു ബാത്തിലാകുന്ന? ബി തൂലിൽ ഫസ്ലി. കണ്ടോ, തൂലുൽ ഫസ്ൽ ഉണ്ടായാലും ജമ്മു തഖ്ദീം ആകണമെന്നുണ്ടെങ്കിൽ രണ്ടിന്റെ ഇടയിൽ ഫസ്ല് തവീലാകാതിരിക്കണ്ടേ? അപ്പൊ ഇവൻ ഒന്നാമത്തെ കഴിഞ്ഞ് പോയി തയമ്മം ചെയ്തതിന് ശേഷം ഫോൺ വന്ന് സംസാരിച്ച് അങ്ങനെ കുറെ നീണ്ട്, അല്ല അതിന്റെ അടക്കൊന്ന് വാട്സപ്പ് നോക്കി, അങ്ങനെ കുറെ സമയം നീണ്ടുപോയി. എന്നാലും ജമ്മു ബാത്തില. എന്നാൽ ഞാൻ തയമ്മം ഒന്നിനും പറ്റൂല. വൈല്ലം യദ്ഖുലിൽ വഖ്തു, സമയം കടന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തിന്റെ സമയം കടക്കണമെന്നില്ല. തൂലുൽ ഫസ്ൽ കൊണ്ട് ജമ്മു ബാത്തിലാകും, അതുകൊണ്ട് തയമ്മം ബാത്തിലാകുമെന്ന. ഫഖൗലുഹും യബ്തുലു ബിദുഖൂലിഹി എന്ന് പറഞ്ഞതോ, രണ്ടാമത്തെ സമയം കടന്നാൽ തയമ്മം ബാത്തിലാവുന്നല്ലേ അയിമത്ത് പറഞ്ഞത്. അത് മിസാലാണ്, ലാ ഖൈദുൻ, അത് ഖൈദല്ല. ഇനി ഇപ്പൊ പറഞ്ഞ ജമ്മു തഖ്ദീമ. അപ്പോ ജമ്മു തഅഖീറോ? വലൗ അറാദൽ ജംഅ തഅഖീറൻ, ഒരുത്തം പിന്തിച്ച് ജമ്മാക്കാൻ വിചാരിച്ച്, സഹത്ത യമ്മുമിൽ ളുഹ്രി വഖ്തഹ, എന്നാല് ളുഹ്റും അസ്റും പിന്തിച്ച് ജമ്മാക്കുമ്പോ ളുഹ്റിന് തയമ്മം ചെയ്യണമെങ്കിൽ അസ്റിന്റെ സമയം ആകണം. അത് വേണ്ട, ളുഹ്റിന്റെ തയമ്മം സഹിയാകും. വഖ്തഹ, ളുഹ്റിന്റെ സമയത്തിൽ തന്നെ സഹിയാകും. കാരണം നളറൻ ലി അസാലത്തിഹി, ആ ളുഹ്ർ അസ്ലാണല്ലോ, അല്ല വഖ്ത് അസ്ലാണ്. എന്തിന്? ലഹ, ആ ളുഹ്റിന് അസ്ലാണ് എന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പൊ ഇവൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. ലാലിൽ അസ്രി, എന്നാല് അസ്ർ നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്യാൻ പറ്റുമോ ളുഹ്റിന്റെ സമയത്ത്? അത് പറ്റൂല. കാരണം എന്താ? അന്നഹു ലൈസ വഖ്തൻ ലഹ,
ആ ളുഹറിന്റെ വക്തല്ല. എന്തിനു വക്തല്ല? ലഹ അസറിന്റെ സമയമല്ലല്ലോ. അതിനുമല്ല വലാലി മത്തുബൂഇഹ, അതിന്റെ മത്തുബൂഇന്റെയും വക്തല്ല. തഖ്ദീമു ജംഉ തഖ്ദീമാക്കുമ്പോ മത്തുബൂഇന്റെ വക്താണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ജമ്മു തഖ്ദീമാവുമ്പോ അസർ താബിയും എന്ന പോലെ ളുഹർ മത്തുബൂആണല്ലോ. അപ്പൊ മത്തുബൂഇന്റെ വക്ത് ഇവിടെ ആ മത്തുബൂഇന്റെ വക്തല്ല, കാരണം ഇവിടെ ബന്ധിച്ചല്ലേ ഏമാക്കുന്നത്. ലിഅന്നഹൽ ആൻ ഗൈറു താബിയത്തിൻ ലിൽളുഹരി, കാരണം ഇപ്പോ എന്ന് പറഞ്ഞാല് ജമ്മു തഖീറില് എന്ത് അല്ല, അത് അസർ ഗൈറു താബിയത്തിന്റെ താബിയത്തല്ല ലിൽളുഹരി, ളുഹറിന് താബിയല്ല. ളുഹറിന് താബിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം, പിന്നെ മത്തുബൂഇന്റെ വക്ത് എന്ന് പറയാം. അൽ ആൻ എന്ന് പറഞ്ഞാൽ ജമ്മു തഖീറില്, ജമ്മു തഖദീമില് അത് മത്തുബൂആണ്, ളുഹർ മത്തുബൂഉം അസർ താബിയുമാണ്. പിന്നെ എന്നാലും എന്താണ്, ആ ളുഹറിന്റെ വക്തിൽ പറ്റും, പക്ഷെ ളുഹർ നിസ്കരിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. അതാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇനി വക്തുൽ ഫായിത്തത്തി, അപ്പൊ ഫർളിന്റെ വക്തിന് മുമ്പ് തയമ്മം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴേ അത് പറയാം. വക്തുൽ ഫായിത്തത്തി, ഫായിത്തത്തിന്റെ വക്താകുന്നത് തദക്കുറുഹ, അതിന് ഓർമ്മ ആകല. ഒരു നിസ്കാരം പൗത്തായി പോയി എന്നാല് അതിന് ഓർമ്മയാകുന്നതാണ് എന്ത്, അതിന്റെ സമയം. അപ്പൊ അതിനു മുമ്പ് തയമ്മം ചെയ്യാൻ പറ്റൂല. അതിനു മുമ്പ് വേറെന്തോന് വേണ്ടി തയമ്മം ചെയ്തെന്ന് വെക്കുക. ആ തയമ്മം കൊണ്ട് ആ തയമ്മത്തിന്റെ ശേഷം ഓർമ്മയായ ഫൗത്തായ നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. ഫലോ തയമ്മ ഷാക്കം ബിഹ, അപ്പൊ ആ ഫായിത്തത്തിൽ സംശയിച്ചുകൊണ്ട് ഒരുത്തൻ തയമ്മം ചെയ്തു. സുമ്മബാനത്ത്, പിന്നെ എന്ത് ചെയ്തു, ആ ഫായിത്തത്ത് ലാഹിറായി അതിന്നതാണ്. ലം തസിഹ, ആ നിസ്കാരം സഹിയാവൂല. നിത്തയമ്മം കൊണ്ട് ആ നിസ്കാരം സഹിയാവൂല. തയമ്മം സഹിയായിട്ടില്ല, അതിനുവേണ്ടി സഹിയായിട്ടില്ല. ഇനി വൽ മൻസൂറത്തുൽ മുതഅല്ലിഖത്തു ബി വഖ്തിൻ മുഅയ്യനിൻ, ഇനി മുഅയ്യനായ വക്തുമായി ബന്ധപ്പെട്ട മൻസൂറത്തായ നിസ്കാരം, മൻസൂറത്ത് സലാത്തും മൻസൂറത്താണ്. ലാ യസിഹു ലഹാ ഖബ്ലഹു, ആ നിസ്കാരത്തിന് വേണ്ടി തയമ്മം സഹിയാവൂല. ലാ യസിഹു, തയമ്മം സഹിയാവൂല ഖബ്ലഹു, ആ വക്തു മുഅയ്യന്റെ മുമ്പ്. പിന്നെ അപ്പൊ ഇന്ന സമയത്ത് 2 റക്അത്ത് ഞാൻ നിസ്കരിച്ചേക്കാം. അതായത് എന്താണ്, സഹറ സമയത്ത്, അതായത് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ എന്നിങ്ങനെ ആക്കിയാല് അതിനു മുമ്പ് പറ്റൂല. അല്ലെ വെള്ളിയാഴ്ച 2 റക്അത്ത്, എന്നാല് ആ ദിവസം ആകുന്നതിനോ സമയം ആകുന്നതിന് മുമ്പ് പറ്റൂല. അപ്പൊ സലാത്തുൽ ജനാസത്തിൽ ആയസ്ഹുലഹ ഖബ്ലൽ ഗുസ്ലി ഔ ബദലിഹി, നിസ്കാരം ജനാസസ്കാരത്തിന് വേണ്ടിയുള്ള തയമ്മം സഹിയാവൂല കുളിപ്പിക്കുന്നതിന് മുമ്പ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ്. ഖബ്ലൽ ഗുസ്ലി എന്ന് പറഞ്ഞാൽ ഗുസ്ലുൽ മയ്യത്താണ്, അല്ലെങ്കിൽ അതിന്റെ പകരം തയമ്മം ചെയ്യുന്നതിന് മുമ്പ്. ബൽ ബഅദഹു, സഹിയാകും എന്തിനു ശേഷം, ഗുസ്ലിന്റെയോ ബദലിന്റെയോ ശേഷം. അത് വലോ ഖബ്ല തക്ഫീനി, ആ ശേഷം എന്ന് പറഞ്ഞത് മയ്യത്ത് കഫൻ ചെയ്തോണമെന്നില്ല, കഫൻ ചെയ്യുന്നതിന് മുമ്പും ആകും. ലാക്കിൻ യുക്റഹു, കഫൻ ചെയ്യുന്നതിന് മുമ്പ് തയമ്മം ചെയ്യൽ കറാഹത്ത, അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഫറലിന്റെ കാര്യം പറഞ്ഞു. എന്ന പോലെ തന്നെ നഫ്ലും മുവക്കത്തും അങ്ങനെ തന്നെ എന്ന് പറയുന്നത്. വക്കത അന്നഫ്ലുൽ മുവക്കത്തു, പിന്നെ മുവക്കത്തായ നഫലും ഇങ്ങനെ തന്നെ. വക്തുള്ള സുന്നത്ത് നിസ്കാരങ്ങള് അത് റാത്തിബങ്കാന ഉയറഹു, അത് ഈ ഫർലിനോട് തുടർന്ന് വരുന്ന റവാത്തിബ് നിസ്കാരമാണെങ്കിലും അതല്ലാത്ത ലുഹ പോലത്തെ വിത്ർ പോലത്തെ അങ്ങനത്തെ നിസ്കാരങ്ങളാണെങ്കിലും ലാ യതയമ്മമു ലഹു ഖബ്ല ദുഖൂലി വഖ്തിഹി, ആ നഫ്ലും മുവക്കത്തിന്റെ സമയം കടക്കുന്നതിന്റെ മുമ്പ് അതിനു വേണ്ടി തയമ്മം ചെയ്യാൻ പറ്റൂല. അപ്പോ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ തയമ്മം ചെയ്യണം. എന്ത് ചെയ്യണമെങ്കില് ശേഷമുള്ള ആ റവാത്തിബ് നിസ്കരിക്കണമെങ്കിൽ, അപ്പൊ ലോറിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം, ലോറ് നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ തയമ്മം ചെയ്യണമെന്ന് ഈ പറഞ്ഞതിന്റെ ലാഹിർ അല്ലേ. പക്ഷെ അതില് മറ്റു ചില ഇമാമിങ്ങൾ അതിനു മുമ്പ് പറ്റും എന്ന്, അതായത് ഫറലിന്റെ വക്ത് കിടക്കുമ്പോൾ ആ ഫറലിന് വേണ്ടി ചെയ്യുന്ന തയമ്മം കൊണ്ട് എന്ത് ചെയ്യാം, ഫറലിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ
ഇനി വസയത്തി അല്ല ഫിൽ അസഹി ലിമാ മർറ ഫിൽ ഫർളി, ഫർളില് മുമ്പ് കഴിഞ്ഞ ഒന്നിനു വേണ്ടി. എന്താ ഫർളിന് മുമ്പ് തയമ്മം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ, അത് ലറൂറത്തിന്റെ തഹാറത്താണല്ലോ. വലാ ലറൂറത്ത ഖബലൽ വക്തി എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ ഇല്ലത്ത്. നീ അസഹിന്റെ തെളിവ് അത് തന്നെ. വസയത്തി ബയാനു വക്തു സലാത്തി റവാത്തിബി വൽ ഈദി വൽ കുസൂഫി. ഉണ്ടോ, റവാത്തിബ് നിസ്കാരത്തിന്റെയും ഈദിന്റെയും കുസൂഫ് നിസ്കാരങ്ങളിലേക്ക് സമയം ഏത് എന്നുള്ള വിശദീകരണം ശേഷം വരുന്നുണ്ട്. അപ്പൊ അത് മുവഖത്തായ നഫിലിന്റെ ഉദാഹരണങ്ങളാണ്. എന്നപോലെ സലാത്തുൽ ഇസ്തിസ്ഖാഇ ലിമൻ അറാദഹ വഹദഹു ഇൻഖിതാഉൽ ഗൈസി. ഇസ്തിസ്ഖാ നിസ്കാരത്തിന്റെ സമയം, മഴയത്തേടെ നിസ്കാരത്തിന്റെ സമയം, അത് നിസ്കരിക്കാൻ വിചാരിച്ചവൻ, ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വിചാരിച്ചവൻ, അതായത് ഇമാമിന്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് 3 ദിവസം നോമ്പൊക്കെ നോറ്റിട്ട് കൂടി നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ അല്ലാതെ ജമാഅത്തായി നിസ്കരിക്കാനിപ്പോ വിചാരിച്ചില്ല, അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വിചാരിച്ചു, ഒറ്റയ്ക്ക് നിസ്കരിക്കാമല്ലോ. അപ്പൊ അതിന്റെ സമയം എപ്പോഴാ? ഇൻഖിതാഉൽ ഗൈസി, മഴ മുൻകത്തിയാകുക എന്നുള്ളത്, മഴ ഇല്ലാതാകുക. മഅന്നാസി, ജനങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വിചാരിച്ചവനോ? ലിമൻ അറാദഹ വാഹിദഹു എന്ന് പറഞ്ഞില്ല, വാഹിദഹുന്റെ മേലെ അത്ഫ. അപ്പൊ ലിമൻ അറാദഹ മഅന്നാസ്, ജമാഅത്തായി നിസ്കരിക്കാനാണെങ്കിൽ ഇജ്തിമാഉ അക്സരിഹിം, അപ്പൊ അക്സറുന്നാസ് ഒരുമിച്ച് കൂടണം. അതിനു മുമ്പ് തയമ്മം ചെയ്താൽ പറ്റൂല. വലാഹിറുൻ അന്നഹു യുൽഹഖു ബിഹാ ഫീ ദാലിക സലാത്തുൽ കുസൂഫൈനി, ഈ വിഷയത്തിൽ അതിനോട് ചേർക്കപ്പെടും. ഏത്? സലാത്തുൽ ഇസ്തിസ്ഖായിനോട് ചേർക്കപ്പെടും. ഫീ ദാലിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വക്തിന്റെ തഫ്സീലാണല്ലോ അപ്പൊ പറഞ്ഞത്, വിശദീകരണം. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വിചാരിക്കുക, ജമാഅത്തെ നിസ്കരിക്കാൻ വിചാരിക്കുക. അപ്പൊ അവിടെ കുസൂഫും ഖുസൂഫുൽ ഖമറും, ഇത് രണ്ടിന്റെയും നിസ്കാരം അതുപോലെ തന്നെയാണ്. അപ്പൊ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വിചാരിച്ചാൽ കുസൂഫ് ഉണ്ടായാൽ മതി. അതാ പറയുന്നത് ഫയദ്ഖുലുൽ വഖ്തു ലിമൻ അറാദഹ വഹദഹു ബിമുജറദി തഗയ്യുരി. ആ ചന്ദ്രനില് അല്ലെങ്കിൽ സൂര്യനില് തഗയ്യുർ, മാറ്റം വന്നാൽ മതി, അതോടുകൂടെ സമയം കിടക്കും. ഇവന് തയമ്മം ചെയ്യാം. മഅന്നാസി, ജനങ്ങളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ വിചാരിച്ചാലോ ബിജിത്തിമായി മുഅ്ലമിഹിം, അവർ മുഅ്ലം ഒരുമിച്ച് കൂടണം. വഴുത്തുരുള്ള തവഖുഫു അലൽ ഇജ്തിമായി. അപ്പോ ഇവിടെ ഒരു എഴുത്തറാളുണ്ട്, അക്സർ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞല്ലോ. അക്സർ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞപ്പോ അതിന്റെ മേലെ എഴുത്തറ അതിനെ ആശ്രയിക്കും. ഏത്? സിഹത്തു തയമ്മം ആശ്രയിക്കുന്നല്ലേ പറഞ്ഞേ. ജമാഅത്തായി നിസ്കരിക്കാൻ വിചാരിച്ചാൽ സിഹത്തു തയമ്മം ചെയ്യുകയാണെങ്കിൽ അക്സറുന്നാസ് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ അതിനെ എഴുത്തറാൾ ചെയ്യപ്പെടും. എഴുത്തറാൾ വന്നു, എഴുത്തറാൾ ചെയ്യപ്പെട്ടു. എന്ത് പറഞ്ഞിട്ട്? ബി അന്നഹു യൽസമു അലൈഹി, അതിന്റെ മേലെ ലാസിമാകും. എന്ത്? അന്നമൻ അറാദ സലാത്തൽ ജനാസത്തി, ജനാസ നിസ്കാരം ഉദ്ദേശിച്ച ഒരുത്തൻ, അവിൽ ഈദി അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം ഉദ്ദേശിച്ചു, ഫി ജമാഅത്തിൻ, ജമാഅത്തോടുകൂടെ നിസ്കരിക്കാൻ വിചാരിച്ചാൽ ലാ യതയമ്മമു ലഹ, ആ ജനാസ നിസ്കാരം അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം ഇതിനു വേണ്ടി തയമ്മം ചെയ്യരുത്. ഇല്ലാ ബഅദൽ ഇജ്തിമായി, അക്സറുന്നാസും മുഅ്ലമുന്നാസും ഒരുമിച്ച് കൂട്ടിയിട്ടല്ലാതെ തയമ്മം ചെയ്യരുത് എന്ന് വരൂലേ. വലാ ഖായില ബിഹി, അതാരും പറഞ്ഞിട്ടുമില്ലല്ലോ. അവിടെ അതാരും പറയുന്നില്ല. അപ്പൊ ഈ ഇസ്തിസ്ഖായിലും കുസൂഫിലും എങ്ങനെ വന്നത് എന്നാണ് ഇഷ്കാല്. ഇജാബു, ആ ഇത്റാല് അതിന് മറുപടി പറയപ്പെട്ടു. ബിൽ ഫർഖി, ഈ ജനാസ ഈദ് നിസ്കാരങ്ങളുടെയും എന്ന പോലെ കുസൂഫ് ഇസ്തിസ്ഖാ നിസ്കാരങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം കൊണ്ട് മറുപടി പറഞ്ഞു. എന്താ ഫർക്ക്? ബി അന്ന സലാത്തൽ ജനാസത്തി, ജനാസ നിസ്കാരം മുവഖത്തത്തും ബി മഅലൂമിൻ, അത് വക്ത് നിശ്ചയിക്കപ്പെട്ടതാണ്. ബി മഅലൂമിൻ എന്ന് പറഞ്ഞാൽ ബി വക്തിൻ മഅലൂമിൻ, ഒരു മഅലൂമായ സമയം കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ടതാണ് ജനാസ നിസ്കാരം. എന്താണത്? ഓമിൻ ഫറാഖിൽ ഗുസ്ലി ഇല ദഫൻ. ഉണ്ടോ, മയ്യത്ത് കുളിപ്പിക്കൽ തീർന്നത് മുതൽ കഫൻ ചെയ്യണമെന്നില്ല, അതിനു മുമ്പ് തന്നെ നിസ്കരിക്കൽ ജായിസാ. അത് മുതൽ ഏതുവരെയാണ് ഇതിന്റെ സമയം? ദഫിന് വരെയാണ് സമയം. അതാണ് എന്താണ് ദഫിന് വരെയാണ് അതിന്റെ സമയം. ദഫിന് കഴിഞ്ഞാല് എന്താണ്? നിസ്കാരം ഫൗത്താകുന്നില്ല, പക്ഷെ സമയം ഇതാണ്. ദഫിന് മുമ്പ് നിസ്കരിച്ചല്ലേ അടക്കാൻ പാടുള്ളൂ, അല്ല അടക്കിയ കുറ്റക്കാരാവുമല്ലോ. പിന്നെ വൽ ഈദ്, ഈദ് ബിഅന്ന സലാത്തൽ ജനാസത്തി മുവഖത്തത്തുൻ. വൽ ഈദി എന്ന് പറഞ്ഞത് ജനാസന്റെ മേലെ അത്തുഫാണ്. അപ്പോ ബിഅന്ന സലാത്തൽ ഈദി എന്നോ.
പെരുന്നാൾ നിസ്കാരം വക്തുഹ ആ നിസ്കാരത്തിന്റെ സമയം മഹദൂദു ത്വറഫൈനി അതതിന്റെ രണ്ട് ത്വറഫ് നിശ്ചയിക്കപ്പെട്ടതാണ്, നിജപ്പെട്ടതാണ്, രണ്ടറ്റം. ഏതുപോലെ കൽ മക്തൂബത്തി ഫർദ് നിസ്കാരം പോലെ. പെരുന്നാൾ നിസ്കാരം അങ്ങനെയാണല്ലോ, സൂര്യ ഉദിച്ചുയർന്ന് അത് മുതൽ ഏതുവരെ ളുഹറിന്റെ സമയം വരെയാണ്. അപ്പൊ ഫർദ് പോലെ തന്നെ രണ്ടറ്റുണ്ട്. ഫലം യതവഖഫ അല ഇജ്തിമാഇൻ അപ്പൊ പിന്നെ ഇജ്തിമാഇന്റെ മേൽ ആശ്രയിച്ചിട്ടില്ല. വൈൻ അറാദഹു ആ ഇജ്തിമാഇനെ ഉദ്ദേശിച്ചാലും പിന്നെ ഇജ്തിമാഇനെ ആശ്രയിക്കുന്നത് ബിഖിലാഫിൽ ഇസ്തിസ്ഖാഇ വൽ കുസൂഫൈൻ ഇസ്തിസ്ഖാഉം കുസൂഫും അങ്ങനെയല്ല. ഇത് ലാ നിഹായത്ത ലി വഖ്തിഹിമ കാരണം അത് രണ്ടിന്റെയും വക്തിന് നിഹായത്തില്ലല്ലോ. എങ്ങനെ ഇത് ലാ നിഹായത്ത ലി വഖ്തിഹിമ മഅലൂമത്തുൻ മഅലൂമായ നിഹായത്തില്ല എന്നാണ്. ഫനുളിറ ഫീഹിമ ഇലാ മാ ഉസിമ അലൈഹി അപ്പോ ഇസ്തിസ്ഖായിലും കുസൂഫിലും ഇവൻ എന്തിനെയാണോ അസ്മ ചെയ്തത് അതിലേക്ക് നോക്കി. ഇവൻ അസ്മ ചെയ്തെന്താ ആളുകൾ ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇജ്തിമായിലേക്ക് നോക്കി, വക്തിലേക്ക് നോക്കിയില്ല. മറ്റടുത്ത് വക്തും മഅലൂം ഉള്ളത് കൊണ്ട് ആ വക്തിലേക്ക് നോക്കി. ഇങ്ങനെ ഫർക്ക് പറഞ്ഞു മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാല് വേറെ ചിലവർ ഇതിന് മറുപടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് അവര് വേറൊരു മറുപടി പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നു വന്ന ബാലുവും അല്ലാ മഖ്ലസം ഇൻ ദാലിക്കൽ ഇത്റാൽ ഈ ഇത്റാൽ എന്ന് രക്ഷപ്പെടാൻ കഴിയൂല എന്ന് വിചാരിച്ചു. മറുപടി ഇല്ലാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞപ്പോ ശരിയായല്ലോ എന്നാ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നേ. ഫാജാബ എന്നിട്ട് ആ ബഅല് രക്ഷപ്പെടാൻ മാർഗല്ല എന്ന് വിചാരിച്ചിട്ട് ആ ബഅല് മറുപടി പറഞ്ഞു ബി അന്നൽ ഫർള ഫീ മുതയമ്മിമിൻ ലിൽ ഫഖദി യുരീദു ഫിഅലഹാ ബിസ്സഹറായി. ഫർള് എന്ന് പറഞ്ഞാൽ ഫർള് സുന്നത്ത് ഫർള് എന്നുള്ളതല്ല, ഈ മസല സങ്കല്പിച്ചത് എന്നർത്ഥം. ഫർളുൽ മസ്അലത്ത് ഈ മസല സങ്കല്പിച്ചത് എവിടെ? ഫി മുതയമ്മിമിൻ മുതയമ്മിമിലാണ്, തയമ്മം ചെയ്തവനിലാണ്. എന്തിനു വേണ്ടി തയമ്മം ചെയ്തു? ലിൽ ഫഖദി വെള്ളമില്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? യുരീദു ഫിഅലഹ അവൻ ഈ ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ വിചാരിച്ചു. എവിടെ നിസ്കരിക്കാൻ വിചാരിച്ചു? ബിസ്സഹറാഇ സഹറായിൽ എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വിചാരിച്ചു. അപ്പോ ഫൈൻ അലിമ അല്ലാമ അബിഹ അപ്പൊ ഇവനറിയാം അവിടെ സഹറായിൽ വെള്ളമില്ല എന്നുള്ള ഇവൻ ഉറപ്പാ. എന്നാൽ തയമ്മമ ബഅദൽ ഖുറൂജി ഇലൈഹ ലാ ഖബ്ലഹു ആ സഹറായിലേക്ക് പുറപ്പെട്ടിട്ട് ഇടയിൽ വെച്ച് തയമ്മം ചെയ്യാൻ അതിന് മുമ്പ് പറ്റൂല. കാരണം വെള്ളമില്ലാത്ത അവിടെ അല്ലേ. അപ്പോ പുറപ്പെടൽ കൊണ്ടാണ് സമയം കിടക്കുന്നത് അർത്ഥം. പിന്നെ കാരണം പിന്നെ അതിന് ഇറാദത്ത് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് സമയം കിടക്കുന്നത്. അപ്പൊ പുറപ്പെട്ടിട്ടാവും. ലിഅല്ലാ യഹ്ദുസ തവഖ്ഖുമുൻ യുബ്തിലു തയമ്മുമഹു അതിന് മുമ്പ് പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ഒരു തയമ്മത്തിനെ ബാത്തിലാക്കുന്ന തവഖ്ഖുമ് പുതുതായി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെള്ളമുണ്ടോ എന്നുള്ളൊരു തവഖ്ഖും ഒരു സാധ്യത ഇവന്റെ മനസ്സിൽ തെളിഞ്ഞാൽ അപ്പം എന്തായി പോകും? തയമ്മം ബാത്തിലായി പോകല്ലോ. മുമ്പ് പറഞ്ഞല്ലോ, അത് വരാതിരിക്കാനാണ് സഹറായിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ പറ്റുള്ളൂ, മുമ്പ് പറ്റൂല എന്ന് പറഞ്ഞു. വൈന്തവഖമ അന്നബിഹമാൻ അല്ല ഇവന് അവിടെ കാണുന്നുണ്ട്, വെള്ളത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നർത്ഥം സഹറായില്. എന്നാൽ അഖറയിലെ ലിജിത്യമായി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നവരെ എന്ത് ചെയ്യണം? പിന്തിക്കണം എന്നിങ്ങനെ വിശദീകരണം പറഞ്ഞ് മറുപടിയാക്കി നോക്കി. വയുറദ്ദു ഈ ജവാബ് ശരിയാവൂല, ആ ജവാബ് റദ്ദ് ചെയ്യപ്പെട്ടു. അജാബ എന്ന് പറഞ്ഞ ജവാബ് റദ്ദ് ചെയ്യപ്പെട്ടു. ബി അന്നബിഹി ഈ ജവാബിലുണ്ട് മുഖാലഫത്തൻ ലി ഇത്ലാഖിഹിം ആ സഹാബി ഇത്ലാഖാക്കിയതിനോട് എതിരുണ്ട്. എന്താണ് ആ എതിര്? പിന്നെ എഴുത്തിബാറൽ ഇജ്തിമായിനെ അവർ മുത്തലക്കായിട്ടാ പറഞ്ഞത്, അതിനെതിരാണിത്. ഈ പറഞ്ഞ അനുസരിച്ച് വെള്ളത്തിന് തവഖ്ഖുമുണ്ടെങ്കിൽ ഇജ്തിമായി വരെ എന്താക്കണം? ഇജ്തിമായിന് ശേഷം തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളത്തിന്റെ തവഖ്ഖുമ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇജ്തിമായിന് മുമ്പും തയമ്മം ചെയ്യാം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അയിമത്ത് ഇസ്തിസ്ഖായിൽ പറഞ്ഞ അങ്ങനല്ല, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കാൻ വിചാരിച്ചത്. എന്നാല് വെള്ളത്തിനുള്ള തവഖ്ഖുമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്ത് ചെയ്യുക? ഇജ്തിമായി സഹറായിലേക്ക് പുറപ്പെട്ടത് മുതൽ തയമ്മം ചെയ്യാൻ പറ്റൂല, ഇജ്തിമായിന് ശേഷമേ പറ്റുള്ളൂ. അപ്പൊ ആ ഇത്ലാഖിനെതിരാണ് ഈ ജവാബ്. അതിനും പുറമെ ഒബി അന്നഹു മറുപടി ഒന്നുകൂടി ഉണ്ട് റദ്ദിന്.
കാരണം ഒന്നുകൂടി ഉണ്ട്, ഒബിയന്നഹു ഖദിയലമു അല്ലമാ ബിഹ ഫയഹ്ദുസു മാ യൂഹിമു ഹുദൂസ മാഇൻ ബിഹ. ഇവന് സഹറായിൽ വെള്ളമില്ലാന്നറിയാം എന്നല്ലേ പറഞ്ഞത്. അപ്പോ വെള്ളമെല്ലാം എന്ന് ഇവൻ അറിഞ്ഞതുകൊണ്ട് പിന്നെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത ഇവന്റെ അടുക്കൽ ഉണ്ടായിക്കൂടായില്ലല്ലോ. പിന്നെ അവിടെ എന്താണ്, വെള്ളം സപ്ലൈക്ക് വണ്ടി വരുന്നുണ്ട് എന്നുള്ളൊരു അനൗൺസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വെള്ളം വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോ അതാ സഹറായിലേക്ക് ആകാനുള്ള സാധ്യത ഇവന് മനസ്സിൽ തോന്നിയാൽ മതിയല്ലോ. അതവിടെ പോയതല്ല, അത് കുടിവെള്ളം കൊടുക്കാൻ വേറെ പോയതാണ്. പക്ഷെ വെള്ളത്തിന്റെ വണ്ടി കാണുമ്പോൾ അങ്ങനെ ഒരു തവഹുമുണ്ടാകാലോ. അപ്പൊ ഫയുഅഖിറുലിജ്തിമാഇ, അപ്പൊ ഹുദൂസു മാഇൻ ബിഹ, അതിനുള്ള തവഹുമ് മായൂഹിം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുവാണ്, ഇജ്തിമാഇലേക്ക് ബന്ധിക്കണം എന്ന് വരും. ഫലാ വജ്ഹ ലിമാ ദക്കറഹു മിനത്ത് തഫ്സീലി. അപ്പൊ അങ്ങനെ ആവുമ്പോ ആ പറഞ്ഞ തഫ്സീലിന് ഒരു ന്യായമില്ല എന്നല്ലേ വരിക. ഇനി വത്തഹിയ്യത്തി, തഹിയ്യത്തിന്റെ സമയം കടക്കല്, ഇസ്തിസ്ഖായി എന്നുള്ളതിന്റെ മേലെ അത്തുഫ, അതിന്റെ സമയം കടക്കല് നേരത്തെ പറഞ്ഞല്ലോ. വഖ്തു സലാത്തിൽ ഇസ്തിസ്ഖായി ലിമൻ അറാദഹ വഹദഹു, അവിടെ സലാത്തിൽ. അപ്പൊ വഖ്തു സലാത്ത് വഖ്തു തഹിയ്യത്തിനോ ബിദുഖൂലിൽ മസ്ജിദ്, പള്ളിയിൽ കടക്കൽ കൊണ്ടാ. ഇനി മുവക്കത്തായ നഫിലിന്റെ സമയം ഇതുപോലെ എന്ന് പറഞ്ഞു. അപ്പൊ മുവക്കത്തല്ലാത്ത മുത്തലക്ക് നവാഫിലാണെങ്കിൽ അതിനെപ്പോ തൈമം ചെയ്യാ. വഖറജ ബിൽ മുവക്കത്തി നവാഫിലുൽ മുത്തലക്കത്തു ഫയതയമ്മമു ലഹാ അയ്യ വഖ്തിൻ ഷാഅ, എപ്പോഴും തൈമം ചെയ്യാം. പക്ഷേ മാ അദാ വഖ്തൽ കറാഹത്തി, കറാഹത്തിന്റെ വക്തിൽ പറ്റൂല. ഇൻ തയമ്മമ ഖബ്ലഹു, ആ വക്തുൽ കറാഹത്തില് ഒഴികെന്ന് പറഞ്ഞു അല്ലെ. അത് ഈ വക്തുൽ കറാഹത്തിന്റെ മുമ്പ് തയമ്മം ചെയ്താലും പറ്റൂല. ഔ ഫീഹി, അല്ലെ വക്തുൽ കറാഹത്തിൽ തയമ്മം ചെയ്യാലും പറ്റൂല. എന്തിനാണ് അപ്പൊ തയമ്മം ചെയ്യുന്നതിൽ? യുസല്ലിയ ഫീഹി, ആ വക്തുൽ കറാഹത്തിൽ നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ തയമ്മം ചെയ്തു, അല്ലെ അതിന്റെ മുമ്പ് തയമ്മം ചെയ്തു, രണ്ടായാലും പറ്റൂല. ലിയുസല്ലിയ ഫീഹി, അപ്പൊ അപ്പം നിസ്കരിക്കൽ കറാഹത്തല്ലേ, അപ്പൊ മംനുവാണ്. അപ്പൊ അതുകൊണ്ട് വയില്ല. അപ്പം നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിലോ സഹ, തയമ്മം സഹിയാവും. മുമ്പാണെങ്കിലും വക്തുൽ കറാഹത്തിലാണെങ്കിലും ഒക്കെ അതിന്റെ ശേഷം നിസ്കരിക്കാനാണെങ്കിൽ തയമ്മം സഹിയാവും. വൈകുൽത്താപ്പ നീ പറഞ്ഞാല് ഹിയ മുവക്കത്തുന്നൈതൻ, ഈ മുത്തലക്ക് നവാഫിൽ എന്ന് പറഞ്ഞതേ വക്തുൽ കറാഹത്തിൽ പറ്റൂല എന്ന് പറയുമ്പോ ഇപ്പൊ അതിനും സമയം ഉണ്ടായില്ലേ അല്ലേ. അപ്പൊ ആ സമയത്ത് പറ്റൂല എന്ന് പറയുമ്പോ ബാക്കി സമയത്തേ പറ്റുള്ളൂ എന്നായല്ലോ. അപ്പോഴോ അതാ പറയുന്നത് ബി മുക്തലാമാതുക്കിറ, ഇപ്പറഞ്ഞതിന്റെ മുക്തല അനുസരിച്ച്, വക്തുൽ കറാഹത്തിൽ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ മുക്തല അനുസരിച്ച് മുത്തലക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ മുവക്കത്താണെന്ന് വന്നില്ലേ എന്ന്. ഖുൽതു അൽ മുറാദു ബിൽ മുവക്കത്തി, അതിന് മുവക്കത്ത് എന്നുള്ളതിന്റെ മുറാദ് എന്താണ്? മാലഹു വക്തും മഹദൂദു തൊറഫൈന, രണ്ട് തൊറഫ് നിശ്ചയിക്കപ്പെട്ട വക്തുള്ളത് എന്നാണ്. നമ്മള് ഫർദ് നിസ്കാരത്തിന്റെ അവിടെ പറഞ്ഞു നേരത്തെ പിന്നെ പറഞ്ഞല്ലോ. വൽ മുത്തലക്കത്തു, മുത്തലക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ ലൈസത്ത് കദാലിക, അതിന് മഹദൂദു തൊറഫൈനിയായ വക്തില്ല. ലിയന്ന മാഅദാ വക്തൽ കറാഹത്തി യസീദു വയൻഖുസു, കാരണം മഹദൂദ് എന്ന് പറഞ്ഞാൽ രണ്ട് തറഫ് നിശ്ചയിക്കപ്പെട്ടത്, നിജപ്പെടുത്തിയത് എന്നാ. കാരണം ഈ കറാഹത്തിന്റെ വക്ത് അല്ലാത്തത് എന്ന് പറയുന്ന സമയം, അല്ലാത്ത വക്തിലെ ഈ മുത്തലക്ക് ജായിസാവുള്ളൂ എന്നല്ലേ. അതാണ് ഈ പിന്നെ മുത്തലക്കത്തിന്റെ സമയം. അപ്പൊ ഈ വക്തുൽ കറാഹത്ത് അല്ലാത്തത് എന്ന് പറഞ്ഞത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ് യസീദു വയൻഖുസു. കാരണം എന്താ? ലിമായത്തി ഫീഹി, ആ വക്തുൽ കറാഹത്തിനെ കുറിച്ച് ശേഷം വരുന്നുണ്ട്. എന്താ വരുന്നത്? അന്ന മിൻഹു, ആ പിന്നെ വക്തുൽ കറാഹത്തിലുണ്ട് എന്തുണ്ട്? മാ, ഒരു സമയമുണ്ട്. യതഅല്ലഖു, സമയം ബന്ധിക്കും ബിൽ ഫിഅലി, ഫിഅലുമായി ബന്ധിക്കുന്ന ഒരു സമയമുണ്ട്. എന്ന് പറഞ്ഞാല് സുബഹി നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം എന്താണ്? തുലൂ കഴിഞ്ഞിട്ട് ഏതുവരെ? ഇർത്തിഫാഉ ഷംസ് വരെ നിസ്കാരം കറാഹത്ത് എന്നല്ലേ. അസർ നിസ്കരിച്ചതിന് ശേഷം എന്താണ്? ഖുറൂബ് വരെ. ഇവന് അസർ നിസ്കരിക്കുന്നത്
എന്താണ് ഒരുത്തനും അസറസ്കരിച്ചത് അവ്വൽ വക്ത തന്നെ നിസ്കരിച്ച്, മറ്റൊരുത്തനെ അസറസ്കരിച്ചതോ ഒരു 5 മണി ആയതിനു ശേഷം, അല്ലെ 5:30 മണി ആയതിനു ശേഷം. അപ്പൊ എന്തായി? കൂടുകയും കുറയുകയും ചെയ്തല്ലോ. വഹുവ ഖദ് യസീദു വഖദ് യൻഖുസു. ഈ മായതഅല്ലഖു ബിൽ ഫിഅലായത് ഓരോരുത്തരുടെയും പ്രവൃത്തിയോട് ബന്ധിക്കുന്ന ആ സമയം എന്താണ്? കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഹദ്ദില്ല, നിശ്ചിത എന്താണ് കൃത്യമായ മഹ്ദൂദു തറഫൈനി എന്ന് പറയുമ്പോ അവിടെ ബസരി ഒരു ഇത്റാൽ ചെയ്തു. ഖദ് യുഖാലു ജഅലുഹും അൽ കുസൂഫ വൽ ഇസ്തിസ്ഖാ വൽ ജനാസത വ തഹിയ്യത്തൽ മസ്ജിദി മിനൽ മുവഖ്ഖതതി. ഇതെല്ലാം മുവഖ്ഖത്തായ നിസ്കാരമാണ് പറഞ്ഞത്. യുനാഫി തഫ്സീറഹു ബിമാ ദുക്കിറ. മാദുക്കിറ കൊണ്ട് ഇതിന് തഫ്സീർ ചെയ്ത് ശരിയാവൂലല്ലോ. ഇത് ഔഖാത്തുഹ മുഖ്തലിഫത്തുൻ വഗൈറു മഹ്ദൂദത്തു തറഫൈനി. അതിന് കുസൂഫ്, ഇസ്തിസ്ഖാ, തഹിയ്യത്ത് എന്നൊക്കെ ഉള്ളത് പിന്നെ മുവഖ്ഖത്തിന്റെ മഅനയിലുള്ള എന്താണ് സബബുള്ള നിസ്കാരങ്ങളല്ലേ അത്. അപ്പൊ അത് മുവഖ്ഖത്തിനോട് മുൽഹഖത്താണ്, അങ്ങനല്ലേ? നേരെ മഹ്ദൂദു തറഫൈനി മുവഖ്ഖത്ത് എന്ന് അതിന് പറയൂലല്ലോ. അതവിടെ എന്താണ് വഖ്തുൽ കറാഹത്തിൽ അങ്ങനല്ലേ പറഞ്ഞേ. ജനാസംസ്കാരത്തിന് പിന്നെ മഹ്ദൂദു തറഫൈനി എന്ന് പറഞ്ഞില്ലേ, കുളിപ്പിച്ച് തീരുന്നത് മുതൽ ദഫ്ന് വരെ. അത് പിന്നെ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അത് ജനാസംസ്കാരത്തിലും പറയാം. അത് എപ്പോഴാണ് കുളിപ്പിക്കുന്നത്? പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ സമയം കുറവായിരിക്കുമല്ലോ എന്നുള്ള. പിന്നെ ഇനി ഫാഖിദു ത്വഹൂറൈനി, അയാളെ വസ്സലെ പറയുന്നത്.